സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 14-ാമത്തെ ശ്ലോകം. അൻപേണമെൻ മനസി ശ്രീനീലകണ്ഠഗുരു അംഭോരുഹാക്ഷമഭിവാഴ്ത്തുന്നു ഞാനതിനു. അമ്പത്തൊരക്ഷരവുമോരോന്നതെൻ മൊഴിയിലൻപോടു ചേർക്കഹരി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി. നാരായണായ നമ. എൻ്റെ മനസ്സിൽ ശ്രീനീലകണ്ഠഗുരുവും അംഭോരുഹാക്ഷനായ വിഷ്ണുവും പ്രസാദത്തോടെ തെളിഞ്ഞു വിളങ്ങണം. 51 അക്ഷരങ്ങളിൽ ഓരോന്നും എൻ്റെ വാക്കുകളിൽ ചേർത്തു തരണേ നാരായണ. നിന്തിരുവടിക്ക് നമസ്കാരം. ആചാര്യൻ്റെ ഗുരുവായ നീലകണ്ഠഗുരുവും വിഷ്ണു ഭഗവാനും ഈ രചനയ്ക്ക് അകമഴിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് കവി പ്രാർത്ഥിക്കുന്നു. ഹരിശ്രീ ഗണപതയേ നമ എന്നു തുടങ്ങി 51 അക്ഷരങ്ങളിലായാണ് ഇതിലെ ഓരോ ശ്ലോകവും തുടങ്ങുന്നത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും അതിനെല്ലാം പരമമായി നിൽക്കുന്ന ബ്രഹ്മത്തെയും ഗുരുവായി കണ്ട് നമസ്കരിക്കുന്നു. ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ രൂപത്തിൽ ഗുരുവായി മുന്നിൽ വരുന്നു. എന്നാൽ അപൂർവം ചിലർക്ക് പരമാത്മാവായ ഭഗവാൻ തന്നെ നേരിട്ട് ഗുരുവായി വന്ന് അനുഗ്രഹിക്കും. അങ്ങനൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ ഒരുവൻ്റെ പാത വ്യക്തമാവുകയുള്ളൂ. നാം ഒരിക്കലും ഗുരുവിനെ തേടി പോവേണ്ടതില്ല. ശുദ്ധമായ സാധനയിലൂടെ പോയാൽ വഴിയറിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഗുരു നമ്മുടെ മുന്നിലേക്ക് വന്ന് കൈപിടിക്കും. പിന്നീട് ഒരിക്കലും കാലിടറുകയില്ല. കാലിടറാൻ ഗുരു സമ്മതിക്കില്ല എന്നതാണ് സത്യം. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. നാരായണ, അവിടുന്ന് തന്നെ ഗുരുരൂപത്തിൽ വന്ന് അനുഗ്രഹിക്കണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.